ഹൃദ്യ മലയാളത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മൾ മലയാള നിരൂപണത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. വിമർശന സാഹിത്യത്തെ പറ്റി, നിരൂപണ സാഹിത്യത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിരൂപണ സാഹിത്യത്തിലെ 4 ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് 5ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ നേരിട്ട് നിങ്ങൾ ഈ 5ാമത്തെ ക്ലാസ് ആണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മുതലുള്ള പ്ലേലിസ്റ്റിൽ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ ഉണ്ട്. മലയാള വിമർശന സാഹിത്യത്തിന്റെ ആരംഭം മുതൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ആ ഒരു പാറ്റേണിൽ തന്നെ, ആ ഒരു ഓർഡറിൽ തന്നെ കണ്ട ശേഷം 5ാമത്തെ ക്ലാസ് കണ്ടാൽ മതിയാകും. കാരണം നമ്മൾ ഓരോന്നിന്റെയും കണ്ടിന്യൂഷൻ ആണ് പോകുന്നത്. അപ്പോൾ ഒരു ക്ലാസ് കാണാതെ അടുത്തത് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ മിസ്സാകാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും കാണുക. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. സൗജന്യമായ വാട്സപ്പ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ നമ്മൾ ചെറിയൊരു ഫീസൊക്കെ വെച്ച് ഇപ്പോൾ ഒരു പ്രീമിയം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഫീസാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് നോട്ട്സുകളും ഒരുപാട് മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രീമിയം ഗ്രൂപ്പിൽ. അപ്പൊ നിങ്ങൾ ആ പ്രീമിയം ഗ്രൂപ്പിന്റെ ഭാഗമാവുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പ്രാസവാദത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. പ്രാസവാദത്തെ പറ്റി ഒരു സാമാന്യ ധാരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. എന്താണ് പ്രാസവാദം, അതെപ്പോഴാണ് തുടങ്ങിയത്, ആരൊക്കെയായിരുന്നു അതിൽ പങ്കാളികളായവർ എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് സാമാന്യമായ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് താൽക്കാലികമായി നമ്മൾ പ്രാസവാദം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഇന്നുകൊണ്ട് തീർക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ ഈ പ്രാസവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുണ്ട്. അതും കൂടെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പുറകിൽ കാണാം, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ ഒരു വാചകത്തെ ഞാൻ പിന്നെയും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാകും, അതിലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ഞാൻ പറയാതെ മനഃപൂർവ്വം മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് ഒന്നെങ്കിൽ ആ ക്ലാസ്സിന്റെ അവസാനമോ അല്ലെങ്കിൽ തുടർന്നുള്ള ഒരു ക്ലാസ്സിലോ അതിന്റെ മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കുമെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ആ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ്. എന്തായിരുന്നു അത്? നമുക്ക് നോക്കാം. മുടങ്ങാതെ വളരെ കാലം മുഖപ്രസംഗ രൂപത്തിൽ പുസ്തക നിരൂപണം നടത്തിയെങ്കിലും മലയാള മനോരമ നമ്മുടെ സാഹിത്യ വിമർശനത്തിൽ വളരെ വലിയ ഒരു ശക്തിയായി തീർന്നില്ല. അതിന് കാരണം അന്നത്തെ ശൈലി ഉപയോഗിച്ച് പറഞ്ഞാൽ ആ പത്രത്തിന്റെ ഗുണദോഷ നിരൂപണ കുറവായിരുന്നു. സുകുമാർ അഴീക്കോട് മലയാള സാഹിത്യ വിമർശനം. അപ്പൊ നമുക്കറിയാം, മലയാളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു സംവാദം അല്ലെങ്കിൽ എന്താ സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ ഭിന്നത ആദ്യമായി കടന്നു വരുന്നത് എവിടെയാണ്? മലയാള മനോരമയിലാണ് അല്ലെ. പ്രാസവാദവുമായി ബന്ധപ്പെട്ടാണ് മലയാള സാഹിത്യത്തിലെ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംവാദം ആദ്യമായി തുടങ്ങുന്നത്. പക്ഷേ ആ ഒരു പത്രത്തിന് എന്ത് പറ്റിയിട്ടില്ല? ഈ വിമർശന സാഹിത്യത്തിൽ വലിയ ഒരു പങ്കായി മാറാൻ സാധിച്ചില്ല. അതിന് കാരണം ഇവിടെ സുകുമാർ അഴീക്കോട് തന്നെ പറയുന്നുണ്ട്. ഈ പ്രാസവാദവുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയിൽ മുഖപ്രസംഗം എഴുതിയ ശ്രീ ചാത്തുക്കുട്ടി മന്നാടിയാരുടെ ഒരു അഭിപ്രായമുണ്ട്. അത് ആ മനോരമ പത്രത്തിന്റെയും കൂടെ അഭിപ്രായമായിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് ആ അഭിപ്രായം? നമുക്ക് നോക്കാം. അർത്ഥകൽപ്പനയുടെ ചാരുത്വം കൊണ്ട് തന്നെ മനസ്സിന് ആഹ്ലാദം ജനിക്കുന്നത് പോലെ പ്രാസങ്ങൾ കൊണ്ടും രചനാ സൗഷ്ഠവം കൊണ്ടും കർണാനന്ദവും ജനിക്കുന്നതാകയാൽ പ്രാസം കേവലം ഉപേക്ഷിക്കത്തക്കതല്ല. അർത്ഥചാരുതത്തിനു വേണ്ടി ഉപേക്ഷിക്കാം, പ്രാസത്തിനു വേണ്ടി അർത്ഥചാരുതയെ ഒരിക്കലും കളഞ്ഞുകൂടാ. അർത്ഥചാരുതത്വത്തിന് ഹാനി വരാത്ത വിധത്തിൽ പ്രാസത്തോടു കൂടി ഉപയോഗിക്കുന്നതാകയാൽ അധികം നല്ലത് തന്നെ. അപ്പൊ എന്താണ് ഈ മുഖപ്രസംഗത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാർ മലയാള മനോരമയ്ക്ക് വേണ്ടി പറഞ്ഞത്? മലയാള മനോരമയ്ക്ക് പ്രാസവാദവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ശക്തമായ ഒരു നിലപാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മലയാള മനോരമ ഒരു ഭാഗത്ത് നിന്നില്ല. പ്രാസവാദവുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയിലാണ് ലേഖനങ്ങൾ വന്നു തുടങ്ങിയതെങ്കിലും പക്ഷേ മലയാള മനോരമ കൃത്യമായ ഒരു പക്ഷത്തേക്ക് ചാഞ്ഞില്ല. നിഷ്പക്ഷമായാണ് മലയാള മനോരമ നിന്നത്. അതുകൊണ്ടായിരിക്കാം സുകുമാർ അഴീക്കോട് അതിനെ ഗുണദോഷ നിരൂപണ കുറവ് എന്ന് വിശേഷിപ്പിച്ചത്. ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ മാറ്റി വെച്ചത് അല്ലെങ്കിൽ പറയാതെ ബാക്കി വെച്ചത്. അപ്പൊ ഇവിടെ ഞാനത് പറയുകയാണ്. മലയാള മനോരമയ്ക്ക് ഒരു നിഷ്പക്ഷമായ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായി ഏത് പക്ഷത്തേക്ക്? ARന്റെ പക്ഷത്തേക്കോ കേരളവർമ്മയുടെ പക്ഷത്തേക്കോ ആര് പോയില്ല? മലയാള മനോരമ പോയില്ല. അതുപോലെ തന്നെ മറ്റൊരാളും കൂടെ പറഞ്ഞു, നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണം,
അതാരാണ് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല. ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടാൽ മതിയാകും. കൃത്യമായി നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാസവാദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ് എന്ന് മനസ്സിലായവർ അല്ലെങ്കിൽ ക്ലാസ് കണ്ടവർ ഈ ക്ലാസ്സിന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രാസവാദവുമായി ബന്ധപ്പെട്ട് കൃതികൾ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലെ. പ്രാസവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൃതികൾ നമുക്ക് മലയാളത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ പ്രാസവാദം കൊണ്ട് ഒരുപാട് കൃതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് കേരളവർമ്മയുടെയും പിന്നെ ARന്റെയും ഒക്കെ കുറച്ച് കൃതികൾ നമുക്കിപ്പോ പരിചയപ്പെടാം. കേരളവർമ്മ, അപ്പൊ അദ്ദേഹം എഴുതിയ ഭാഷാശാകുന്തളത്തിലും അമരുക മണിപ്രവാളത്തിലും സ്വരവ്യഞ്ജന ഐക്യമുള്ള ദ്വിതീയാക്ഷരപ്രാസം സാർവത്രികമായി പാലിച്ചില്ല. എന്താണ് പറഞ്ഞത്? ഭാഷാശാകുന്തളത്തിലും അമരുക മണിപ്രവാളത്തിലും സ്വരവ്യഞ്ജന ഐക്യമുള്ള ദ്വിതീയാക്ഷരപ്രാസം സാർവത്രികമായി പാലിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ എതിരാളികൾ പറഞ്ഞത് കേരള പ്രാസം ദീക്ഷിക്കാൻ അതിന്റെ ഉപജ്ഞാതാവിന് തന്നെ കഴിയുന്നില്ല. പൂർണ്ണമായും കേരള പ്രാസം ദീക്ഷിക്കാൻ അതിന്റെ ഉപജ്ഞാതാവിന് തന്നെ കഴിയുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അശക്തി കൊണ്ടാണെന്നും ചില എതിരാളികൾ പറഞ്ഞു വരുത്തുകയുണ്ടായി. അത് അദ്ദേഹത്തിന്റെ അശക്തിയാണെന്ന് ചില എതിരാളികൾ പറഞ്ഞു വരുത്തി. എന്താണ്? കേരള പ്രാസം ദീക്ഷിക്കാൻ അതിന്റെ ഉപജ്ഞാതാവിന് പോലും സാധ്യമല്ല. അപ്പൊ അതിനെതിരെയാണ് അങ്ങേയറ്റം പ്രാസം പാലിച്ചുകൊണ്ട് അദ്ദേഹം മയൂര സന്ദേശം എഴുതുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ എതിരാളികൾ വീണ്ടും പറഞ്ഞു, സ്വതന്ത്ര കൃതികളിൽ എന്തു പറ്റും? സ്വതന്ത്ര കൃതികളിൽ ഈ പ്രാസമൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വിവർത്തനങ്ങളിൽ അത് സാധ്യമല്ല. വിവർത്തനങ്ങളിൽ എന്ത് കഴിയില്ല? അങ്ങേയറ്റം പ്രാസം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുകയുണ്ടായി. അതിനെതിരെയാണ് പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം കേരളവർമ്മ അന്യാപദേശ മണിപ്രവാളത്തിന്റെ വിവർത്തനം നടത്തിയത്. അന്യാപദേശ മണിപ്രവാളത്തിന്റെ വിവർത്തനം. ഈ വിവരങ്ങൾ എടുത്തിട്ടുള്ളത് സമ്പൂർണ്ണ മലയാള സാഹിത്യ ചരിത്രത്തിൽ നിന്നുമാണ്. അപ്പൊ നിങ്ങളിവിടെ പ്രത്യേകം പഠിച്ചു വെക്കേണ്ടത് ഭാഷാശാകുന്തളം, അമരുക മണിപ്രവാളം, അന്യാപദേശ മണിപ്രവാള വിവർത്തനം, ഇത് മൂന്നും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ കൃതികളാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഇത് പറയാനുള്ള കാരണം ഈ കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് കൃത്യമായ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകുക എന്നതാണ് ഇതിന്റെയൊക്കെ പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും കാണേണ്ട കാര്യം ഭാഷാശാകുന്തളം, അമരുക മണിപ്രവാളം, അന്യാപദേശ മണിപ്രവാളം, മയൂര സന്ദേശം, ഇത് നാലും ആരുടെ കൃതികളാണ്? കേരളവർമ്മയുടെ കൃതികളാണ് എന്ന് പഠിച്ചു വെക്കുക. അതിൽ മയൂര സന്ദേശം എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷേ ബാക്കി 3 കൃതികളും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അതുകൂടെ പഠിച്ചു വെക്കുക. അപ്പോ കേരളവർമ്മ പ്രസ്ഥാനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് നോക്കാനുണ്ട്. കേരളവർമ്മ പ്രസ്ഥാനത്തിലെ മുഖ്യ സാഹിത്യ ശാഖ എന്ന് പറയുന്നത് മഹാകാവ്യമാണ്. കേരളവർമ്മ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ദ്വിതീയാക്ഷരപ്രാസം അല്ലെ അനുകൂലിച്ച് നിന്നവരുടെ ഒരു കൂട്ടമാണ്. അപ്പൊ അവരുടെ മുഖ്യ സാഹിത്യ ശാഖ മഹാകാവ്യമാണ്. ഇവിടെ തന്നെ നോക്കുക, നമ്മള് അഴകത്ത് പത്മനാഭക്കുറിപ്പ് എഴുതിയ രാമചന്ദ്രവിലാസത്തിന്റെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായ രാമചന്ദ്രവിലാസത്തിന്റെ 8 സർഗം മലയാളിയിൽ വന്നു. മലയാളിയിലാണ് അത് പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട്. ഇതിൽ ദ്വിതീയാക്ഷരപ്രാസം പാലിക്കുന്നുണ്ടെങ്കിലും ശൈലിയിലും മറ്റും ആ മഹാകാവ്യത്തിന് രാജരാജവർമ്മ പ്രസ്ഥാനത്തോടാണ് അടുപ്പം. ഇതൊരാളുടെ അഭിപ്രായമാണ് കേട്ടോ. സമ്പൂർണ്ണ മലയാള സാഹിത്യ ചരിത്രത്തിലെ കാവ്യ വികസനത്തിന്റെ വിവിധ മാർഗങ്ങൾ എന്ന് പറയുന്ന ലേഖനത്തിലെ പത്മന രാമചന്ദ്രൻ നായരുടെ ആ ലേഖനത്തിലെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അപ്പൊ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം? അഴകത്ത് പത്മനാഭക്കുറിപ്പ് എഴുതിയ രാമചന്ദ്രവിലാസം ദ്വിതീയാക്ഷരപ്രാസം പാലിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ശൈലിയിലും മറ്റും അത് AR രാജരാജവർമ്മ പ്രസ്ഥാനത്തോടാണ് അടുപ്പം കാണിക്കുന്നത് എന്നാണ് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ കൃതികൾ നോക്കാം. കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണിത്തമ്പുരാന്റെ പാണ്ഡവോദയം, പന്തളം കേരളവർമ്മയുടെ രുക്മാംഗത ചരിതം, ഉള്ളൂരിന്റെ ഉമാകേരളം, വള്ളത്തോളിന്റെ ചിത്രയോഗം എന്നിവ കേരളവർമ്മ പ്രസ്ഥാനത്തോട് കൂറുപുലർത്തി. നിങ്ങൾ മഹാകാവ്യം എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, അതിലെ ക്ലാസ്സുകളൊക്കെ കാണുക. ഇതിനെപ്പറ്റി മഹാകാവ്യത്തെ പറ്റി വളരെ നന്നായിട്ട് അതിലെ എല്ലാ ക്ലാസ്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഇവിടെ ഞാൻ ജസ്റ്റ് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാസവാദത്തിനെ പറ്റി പറയുന്നത് കൊണ്ട് പ്രാസം ദീക്ഷിച്ചും പ്രാസം ദീക്ഷിക്കാതെയും എഴുതിയ കൃതികളെ ഒന്ന് വേർതിരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ മഹാകാവ്യങ്ങളുടെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. KC കേശവപിള്ളയുടെ മഹാകാവ്യം ഒഴിച്ച് മറ്റെല്ലാ മഹാകാവ്യങ്ങളും മുകളിൽ പറഞ്ഞിട്ടുള്ള മറ്റെല്ലാ മഹാകാവ്യങ്ങളും രചിച്ചിട്ടുള്ളത് എന്താണ്? പ്രാസം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. തതുപജ്ഞം മതം നവ്യം സാമഞ്ജസ്യ മനോഹരം ഒരുക്കി എന്നെ ഈ കാവ്യരചന സാഹസത്തിനായി എന്ന് രാജരാജസത്തിനോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ടും കാളിദാസ കവീന്ദ്രന്റെ കാൽനകേന്ദു മരീചികൾ കാവ്യാധ്വാവിൽ സഞ്ചരിക്കും എനിക്ക് വഴി കാട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കേശവീയ മഹാകാവ്യം രചിക്കാൻ മുതിർന്ന KC കേശവപിള്ളയും പറക്കാനുള്ള ഇച്ഛയ്ക്കല്ലാതെ ശക്തിക്ക് തെളിവ് നൽകിയില്ല. അത് അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ കൃതിയാവുകയും ചെയ്തു. മലയാള കവിതാ സാഹിത്യ ചരിത്രം ഡോക്ടർ M ലീലാവതി അല്ലെ. മഹാകാവ്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു മഹാകാവ്യമാണ് കേശവീയം.
മഹാകാവ്യങ്ങളിൽ പ്രാസം ദീക്ഷിക്കാതെ എഴുതിയ AR രാജരാജവർമ്മ പ്രസ്ഥാനത്തോട് കൂറുപുലർത്തി പ്രാസം ദീക്ഷിക്കാതെ എഴുതിയ മഹാകാവ്യമാണ് KC കേശവപിള്ളയുടെ കേശവീയം. പക്ഷേ ലീലാവതി ടീച്ചർ പറയുന്നത് പറക്കാനുള്ള ഇച്ഛയ്ക്കല്ലാതെ ശക്തിക്ക് തെളിവ് നൽകിയില്ല, അത് അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ കൃതിയായി തീരുകയും ചെയ്തു എന്നാണ് മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ ഡോക്ടർ M ലീലാവതി ടീച്ചർ പറയുന്നത്. അപ്പൊ കേരളവർമ്മ പ്രസ്ഥാനത്തിലെ കുറച്ച് കൃതികൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടേണ്ടത് രാജരാജവർമ്മ പ്രസ്ഥാനത്തെ പറ്റിയാണല്ലേ. രാജരാജവർമ്മ അവതരിപ്പിച്ച കാവ്യാദർശം പുതിയ കാവ്യയുഗത്തിന്റെ സിദ്ധാന്തമായിരുന്നു. മേഘദൂതം, കുമാരസംഭവം എന്നീ കൃതികളുടെ മലയാള പരിഭാഷ തന്നെ അതിന് ഉദാഹരണമാണ്. മേഘദൂതം, കുമാരസംഭവം എന്നീ കൃതികളുടെ പരിഭാഷ ARന്റേതാണ്. അതുകൂടാതെ മലയവിലാസം 1895 ഇറങ്ങിയ മലയവിലാസം നമുക്കെല്ലാം അറിയാം അല്ലെ. സഹ്യപർവ്വതത്തെ നോക്കി കവി രചിച്ച മലയവിലാസം, ഒരു തീവണ്ടി യാത്രയിൽ സഹ്യപർവ്വതത്തെ കാണുമ്പോൾ കവിക്ക് തോന്നുന്ന തോന്നലുകളും അദ്ദേഹത്തിന്റെ വർണ്ണനകളും ചേർന്ന മലയവിലാസം 1895 ഇറങ്ങിയ മലയവിലാസവും മേഘദൂതം, കുമാരസംഭവം എന്നീ കൃതികളുടെ പരിഭാഷയും ഒക്കെ എന്താണ് ARന്റേതാണെന്ന് ഓർത്തിരിക്കുക. കേരള പാണിനിയുടെ യുഗവിധാതത്വം കൂടുതൽ ശ്രദ്ധേയമായിരിക്കുന്നത് ഭാഷയുടെയും ഗദ്യത്തിന്റെയും മണ്ഡലങ്ങളിലാണെങ്കിലും കവിതയ്ക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നതിലും സാഹിത്യ നിരൂപണത്തിന് ഭൂമികയൊരുക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. മലയാള കവിതയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവന പ്രധാനമായും വിവർത്തനത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. മേഘസന്ദേശം, കുമാരസംഭവം 4ാം സർഗം ഒഴികെ, ശാകുന്തളം, മാളവികാഗ്നിമിത്രം, ചാരുദത്തം, സ്വപ്നവാസവദത്തം ഇത്രയും കൃതികൾ സ്വന്തം കാവ്യസങ്കല്പങ്ങൾക്കനുസൃതമായി വിവർത്തനം ചെയ്തു. എന്നുവെച്ചാൽ ദ്വിതീയാക്ഷരപ്രാസം നിയമേന ഒഴിവാക്കി എന്ന അർത്ഥമില്ല. അതിലുള്ള പിടിവാശിയെയാണ് അദ്ദേഹം ഒഴിവാക്കിയത്. മലയാള കവിത സാഹിത്യ ചരിത്രം. മേഘസന്ദേശം, കുമാരസംഭവം, ശാകുന്തളം, മാളവികാഗ്നിമിത്രം, ചാരുദത്തം, സ്വപ്നവാസവദത്തം ഇത്രയും കൃതികൾ സ്വന്തം കാവ്യസങ്കല്പങ്ങളായിരുന്നു. ഇത്രയും കൃതികള് സ്വന്തം കാവ്യസങ്കല്പത്തിനനുസരിച്ച് അദ്ദേഹം വിവർത്തനം ചെയ്തവയാണ് എന്ന് ഓർത്തിരിക്കുക. കേരള പാണിനീയം, വൃത്തമഞ്ജരി, സാഹിത്യസാഹ്യം, ഭാഷാഭൂഷണം ഇവയൊക്കെ ARന്റെയാണെന്ന് നമുക്കറിയാം. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഇതുവരെയും നമ്മൾ നോക്കിയിരുന്നത് പ്രാസവാദത്തിൽ വന്ന മുഖ്യമായ കൃതികളെ പറ്റിയായിരുന്നു, മുഖ്യമായ എഴുത്തുകാരെ പറ്റിയായിരുന്നു. സുകുമാർ അഴീക്കോട് പറയുന്നത് പോലെ ചായക്കോപ്പയിലെ വെറും കൊടുങ്കാറ്റായി ഇത് എപ്പോഴാണ് അസ്തമിച്ചത്, അല്ലെങ്കിൽ ആ കൊടുങ്കാറ്റ് എപ്പോഴാണ് ഒടുങ്ങിയത് എന്ന് നമുക്ക് നോക്കണം അല്ലെ. അപ്പൊ ഈ പ്രാസവാദം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ശത്രുക്കൾ ബന്ധുക്കളാവുന്നു, ബന്ധുക്കളായിരുന്നവർ ശത്രുക്കളാകുന്നു. അങ്ങനെ സാഹിത്യത്തിന് പുറത്തേക്കുള്ള പോർവിളികൾ നടക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യമൊക്കെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി AR രാജരാജവർമ്മ തന്നെ മുൻകൈ എടുത്തു. അദ്ദേഹം എന്താണ് ചെയ്തത്? തന്റെ അമ്മാവനും തന്റെ ഗുരുവുമായ കേരളവർമ്മയുടെ അടുത്ത് പോയി. എന്തു പറഞ്ഞു? ഒരു കവിത രചിക്കാൻ പറഞ്ഞു. എങ്ങനെ? പ്രാസം ദീക്ഷിക്കാതെ. പ്രാസം ഉപയോഗിച്ച് മാത്രം കവിത എഴുതിയിരുന്ന അല്ലെ, പ്രാസത്തെ കൈരളി മഹിളതൻ മംഗല്യമാണ് ഓർക്കണം എന്ന് പറഞ്ഞ കേരളവർമ്മയോട് AR രാജരാജവർമ്മ പോയി പറഞ്ഞു, ഒരു കവിത രചിക്കണം, പ്രാസം ദീക്ഷിക്കാതെ, പ്രാസം ഉപയോഗിക്കാതെ ഒരു കവിത രചിക്കണം. പക്ഷെ ഒരിക്കലും അത് കേരളവർമ്മ നിഷേധിച്ചില്ല. അദ്ദേഹം അങ്ങനെ ഒരു കവിത രചിച്ചു. ഏതാണ് കവിത? നിങ്ങൾക്കെല്ലാം അറിയാം, ദൈവയോഗം എന്ന കവിത അല്ലെ. പ്രാസത്തിനു വേണ്ടി അത്രമാത്രം വാദിച്ച കേരളവർമ്മ തന്നെ പ്രാസം ദീക്ഷിക്കാതെ എഴുതിയ കവിതയാണ് ദൈവയോഗം. 1908 AR തമ്പുരാന്റെ ആഗ്രഹമനുസരിച്ച് പ്രാസ നിർബന്ധമില്ലാതെയായിരുന്നു കാവ്യം രചിച്ചത്. അക്കൊല്ലം ജൂൺ മുതലുള്ള ലക്ഷ്മിബായി മാസികയിൽ 4 ലക്കങ്ങളിലായി പ്രസിദ്ധീകൃതമായ ഈ കൃതി 1905 തന്നെ ARന്റെ അവതാരികയോടുകൂടി ഗ്രന്ഥരൂപത്തിൽ പുറത്തു വന്നു. കേരളവർമ്മയുടെ ദൈവയോഗം എന്ന് പറയുന്ന കൃതിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മയാണ്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ശ്രീ പാക്കോട് VM മാധവൻ പിള്ള ഈ കാവ്യത്തെ സംഗീത നാടകമാക്കിയതായും പറയപ്പെടുന്നു. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ശ്രീ പാക്കോട് VM മാധവൻ പിള്ള ഈ കാവ്യത്തെ സംഗീത നാടകമാക്കിയതായും പറയപ്പെടുന്നു. ആദ്യത്തെ ആമുഖ ശ്ലോകങ്ങൾ 2 ഒഴിവാക്കിയാൽ കാവ്യം നിബന്ധിച്ചത് 108 ശ്ലോകങ്ങളെ കൊണ്ടായിരുന്നു. പ്രൊഫസർ CK മൂസദ് എഴുതിയ കേരളവർമ്മയുടെ ദൈവയോഗം എന്ന ലേഖനത്തിൽ നിന്നും എടുത്ത വിവരങ്ങളാണിത്. കേരളവർമ്മ പ്രിയ ഭാഗിനീയ ശിഷ്യന്റെ AR തമ്പുരാന്റെ ആഗ്രഹമനുസരിച്ച് എഴുതിയ ദൈവയോഗം എന്ന് പറയുന്ന പ്രാസം ദീക്ഷിക്കാതെ എഴുതിയ കൃതിയോടുകൂടി പ്രാസവാദം എന്ന് പറയുന്ന സംവാദത്തിന്, ചർച്ചയ്ക്ക് വിരാമം വരികയാണ് ചെയ്തത്. പ്രാസം ദീക്ഷിച്ച് എഴുതുന്നവർ അങ്ങനെ എഴുതട്ടെ, അതല്ല അർത്ഥത്തിന് പ്രാധാന്യം നൽകുന്നവരാണെങ്കിൽ അവർ ആ രീതിയിൽ എഴുതട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിക്കുകയാണ് ചെയ്തത്. അത് വലിയ ഒരു ചർച്ചയായിട്ട് തുടങ്ങി ഒടുവിലൊന്നും ആവാതെ അവസാനിച്ച ആ ഒരു ചർച്ചയെയാണ് സുകുമാർ അഴീക്കോട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്, ദൈവയോഗം എന്ന കവിത
കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ പ്രാസം ദീക്ഷിക്കാതെ എഴുതി അവതാരിക എഴുതിയത് AR രാജരാജവർമ്മ, പ്രസിദ്ധീകരിച്ചത് മലയാളി മാസികയിൽ. മറ്റൊരു കാര്യം കൂടെ പ്രൊഫസർ CK മുസദ് പറയുന്നുണ്ട്. ഈ പ്രാസവാദവുമൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന, വളരെ സജീവമായി നിൽക്കുന്ന കാലത്തും അമ്മാവനും മരുമകനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ ഒരു തരി പോലും കുറവ് വന്നിട്ടില്ലായിരുന്നു എന്നാണ് CK മുസദ് പറയുന്നത്. അതിനുള്ള ഒരു വ്യക്തമായ ഉദാഹരണം കൂടെയായിരുന്നു ദൈവയോഗം എന്ന് പറയുന്ന കൃതി. പിന്നെ ഒരു കാര്യം കൂടെ പ്രൊഫസർ CK മുസദ് പറയുന്നുണ്ട്. മയൂര സന്ദേശത്തിന് പോലെയോ അല്ലെങ്കിൽ കേരളവർമ്മയുടെ മറ്റ് കൃതികൾക്ക് പോലെയോ വന്നിട്ടുള്ള ഒരു ഗാഢമായ പഠനങ്ങളോ ഒന്നും തന്നെ ഈ ദൈവയോഗം എന്ന് പറയുന്ന കവിതയ്ക്ക് വന്നിട്ടില്ല എന്നും പ്രൊഫസർ CK മുസദ് പറയുന്നുണ്ട്. അപ്പോ പ്രാസവാദത്തെ അനുകൂലിച്ചവരുടെയും എതിർ സ്ഥാനത്ത് നിന്നവരുടെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പ്രാസവാദത്തെ പറ്റി ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, ഞാൻ പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുള്ളതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കമന്റ്സിലൂടെ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്ന് പറയാനുള്ളൂ. നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ആവുന്നത് അതിനുവേണ്ടി ശക്തമായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ ഇതുവരെയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഹൃദയത്തെ അവരിലേക്ക് എത്തിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.